ഇപ്രാവശ്യം വിഷുവിന് തൂക്കും, ഒരു സംശയമില്ല. അടിപൊളി. മമ്മൂക്കാരെ ടർബോ മറ്റൊന്നല്ല, അതൊക്കെ വേറെ സ്റ്റൈലായാലും ബ്രീജായാലും മാസ് ലെവൽ. അടിപൊളിയായിരുന്നു പടം, ഒന്നും പറയണ്ട. അടിപൊളി എൻഗേജിങ് ആയിരുന്നു. 35 മിനിറ്റ് വരെ നമ്മളിങ്ങനെ എന്താണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കും. പിന്നെ അങ്ങോട്ട് ആ ലാസ്റ്റത്തെ 20 മിനിറ്റില് പടം വേറെ ലെവൽ. വിഷു തൂക്കി. അതെ അതെ അതെ. അടുത്ത എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനായിരുന്നു. സോ ബ്രില്യൻ. വെറുതെ പൈസ പോയി, സമയം പോയി. ലാഗ് എന്ന് പറഞ്ഞ ഒടുക്കത്തെ ലാഗ്, കഥ പൊട്ട കഥ, തല്ലിപ്പൊളി പടം. സ്റ്റൈലിഷ് ഫിലിമാണ്, അതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. മമ്മൂക്കയുടെ ഒരു വെറൈറ്റി മൂവി. ബസൂക്ക എന്ന് പറഞ്ഞൊരു ഗെയിം ചേഞ്ചർ റിലേറ്റഡ് കണ്ടന്റ് ആണ് പറഞ്ഞു പോകുന്നത്. ഒരു 2K കിഡ്സിനൊക്കെയുള്ള മമ്മൂക്കയുടെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഫിലിമാണ്. ഗൗതം വാസൻ മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ കൊള്ളാം. ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക് മമ്മൂക്ക വളരെ ഈസി ആയിട്ട്, വളരെ നമ്മളിതുവരെ കാണാത്തൊരു സ്റ്റൈലാണ് മമ്മൂക്ക പ്ലേസ് ചെയ്തേക്കുന്നത്. അതാണ് പടത്തിന്റെ ഹൈലൈറ്റ്. പിന്നെ ഈ പടത്തിൽ ക്യാമറ റോൾ ഉണ്ട് കേട്ടോ, അതാണ് മസ്റ്റ് വാച്ച് എന്ന് പറയുന്നത്. ആറാട്ടണൻ. സോ അത് മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കാണണം. ഒരു പടം ബസൂക്ക എന്ന് പറഞ്ഞ ഒരു ഗെയിമിംഗ് രീതിയിൽ എടുത്തേക്കണ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ, എന്നാൽ ഒരു കൂടുതൽ ഗെയിം രീതിയിൽ ഒരു ഗെയിമിംഗ് ടെക്നോളജി പോലെയൊക്കെ ഉപയോഗിച്ച് കുറച്ച് എന്താ പറയുക, കുറച്ച് ആനിമേഷൻസ് അതൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്ക് ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തത്. ക്ലൈമാക്സ് അത്യാവശ്യം നല്ല ഇഷ്ടമൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. വലിയ ക്യാമിയോ ഒന്നും കേട്ടോ, ഒരു കുഞ്ഞി ക്യാമിയോ, പക്ഷേ രസമുണ്ടായിരുന്നത്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് മൂവിയാണ്. പടം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഷോ. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിട്ടുണ്ട്. BGM, എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി എല്ലാം. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ സ്റ്റൈലിഷ് ആ ഒരു ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ആ ക്ലൈമാക്സിലുള്ളൊരു ചേഞ്ച് ഓവർ ഉണ്ട്, അതാണ് പടം ശരിക്കും ലിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ബസൂക്ക ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇത് ചെയ്തിട്ടുണ്ട്. ഹൈപ്പ്, ആക്ഷൻ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയായിരുന്നു, സൂപ്പർ. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. മമ്മൂക്ക വാസ് ദി ബെസ്റ്റ്. എനിക്കൊന്ന് കുറേ ഗെറ്റപ്പിലൊക്കെ വന്നിട്ട് എല്ലാം നല്ലതായിരുന്നു. പിന്നെ സസ്പെൻസ് ഒന്നും പറയുന്നില്ല. ഹി വാസ് സൂപ്പർ. മമ്മൂക്ക എന്താ പറയുക, എല്ലാ രീതിയിലും, ലുക്സിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും എൻ്റെ ക്ലൈമാക്സിലൊക്കെ ഞെട്ടിച്ചു. അപ്പോൾ അത്രയും നല്ല മൂവിയായിരുന്നു. ഐ തിങ്ക് കാസ്റ്റിംഗ് വാസ് ഗുഡ്. ഹക്കീം ആണെങ്കിലും ഗൗതം സാർ ആണെങ്കിലും ബാക്കി എല്ലാവരും, പിന്നെ അതുപോലെ തന്നെ ഡയറക്ടർ, റൈറ്റർ, പുള്ളിക്കും എല്ലാവർക്കും ടീമിന് കൺഗ്രാറ്റ്സ്. എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത്രയും ത്രില്ലിംഗ് ആയിട്ടൊരു സിനിമ എനിക്കൊന്ന് റീസെൻ്റ്ലി കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയും. ബിക്കോസ് വലിയ ഫ്ലോസ് ഒന്നും പറയാനില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അടുത്തത് എന്താന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനായിരുന്നു. സോ ബ്രില്യൻറ്റ്. എന്തായാലും ഇനി ഒന്നും കൂടെ കാണാം, വീണ്ടും കാണാം. അത്രയ്ക്ക് നല്ല സിനിമയാണ്. മമ്മൂക്കയ്ക്ക് എന്തായാലും എല്ലാ വിശ്വാസം. അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു 35 മിനിറ്റ് വരെ നമ്മളിങ്ങനെ എന്താണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കും. പിന്നെ അങ്ങോട്ട് ആ ലാസ്റ്റത്തെ 20 മിനിറ്റില് പടം വേറെ ലെവൽ. അത് അത്രേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് കാണാം. നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ. അപ്പോൾ പോയിട്ട് കാണാം. നല്ലൊരു പടമായിരുന്നു. കാരണം മമ്മൂക്കാൻ്റെ എന്താ പറയുക, നല്ലൊരു അഭിനയം എന്ന് പറയുകയാണെങ്കിൽ സൂപ്പറായിരുന്നു. കാരണം ആക്ഷനും ഫൈറ്റ് എല്ലാം കൊണ്ടും. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് മമ്മൂക്കയുടെ അവസാനത്തെ ലുക്ക്. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ലുക്കിൽ മമ്മൂക്ക ഇറങ്ങി വന്നത്. സൂപ്പറാണ്. എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. വളരെ വളരെ ശോകം എന്ന് പറഞ്ഞാൽ എടുത്തു പറയത്തക്ക ഒരു കഥയില്ല, ഒരു അഭിനയ മുഹൂർത്തമല്ല. മമ്മൂട്ടിയൊക്കെ മഹാബോറ് എന്ന് പറഞ്ഞാൽ വെറും തല്ലിപ്പൊളി പടം, അത്രയും തല്ലിപ്പൊളി പടം. ഒരു